അസ്സലാമലൈക്കും. കൂട്ടുകാരെ, ഞാനിവിടെ ഒരു കൊച്ചു കഥയുമായിട്ടാണ് വന്നത്. കഥ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്പൈഡർമാൻ്റെയോ സൂപ്പർമാൻ്റെയോ കഥയാണെന്ന്. എന്നാൽ അതൊന്നുമല്ല കേട്ടോ. കുട്ടികളായി നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മാണിക്കക്കല്ലുണ്ടായിരുന്നു അങ്ങ് മക്കയിൽ. ആരാന്നറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ കുറിച്ച് ഞാൻ ഒരു കഥ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മദീനയിൽ ഒരു വികൃതിയായ കുട്ടി ഉണ്ടായിരുന്നു. നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷെ അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. അത് ചെയ്തില്ലെങ്കിൽ അവന് വല്ലാത്ത പൊറുതികേടാണ്. ഒരു ദിവസം അവൻ നല്ല മുഴുത്ത കല്ലുമായി ഒരു മരത്തിൻ്റെ അടുത്തെത്തി. മരത്തിൻ്റെ മേൽ നോക്കുമ്പോൾ നിറയെ ഈന്തപ്പഴങ്ങൾ. ഹായ്, ഈന്തപ്പഴം! അവൻ്റെ കൈ തെറിച്ചു. അവൻ വേഗം മരത്തിൽ കല്ലെറിയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവൻ ഏറെ നിർത്തി. പിന്നീട് അടുത്ത പരിപാടി തുടങ്ങി. വീണ പഴങ്ങളൊക്കെ പെറുക്കി തിന്നാം. കുറെ തിന്നപ്പോൾ അവൻ്റെ വയറ് നിറഞ്ഞ് അവൻ പോയി വീട്ടിലേക്ക്. മരത്തിൽ കല്ലെറിഞ്ഞാൽ മരത്തിൽ കേടുവരുന്നു. തോട്ടത്തിൻ്റെ ഉടമ കണ്ടാൽ അവനെ പിടിക്കുമെന്ന് അവൻ ചിന്തിച്ചില്ല. ഒരു ദിവസം തോട്ടത്തിൻ്റെ ഉടമ അവനെ ഒളിച്ചിരുന്ന് പിടിച്ചു. തോട്ടത്തിൻ്റെ ഉടമ അവനെ മുത്തുനബി അടുത്താണ് ഹാജരാക്കിയത്. അവൻ പേടിച്ച് വിറക്കാൻ തുടങ്ങി. അവന്റെ ചിന്ത മുത്തുനബി തന്നെ ചീത്ത പറയുമോ, മുത്തുനബിക്ക് ദേഷ്യം പിടിക്കുമോ എന്നായിരുന്നു അവന്റെ ചിന്ത. മുത്തുനബിയാണെങ്കിൽ വളരെ ശാന്തനായി സൗമ്യനായി കുട്ടിയോട് ചോദിച്ചു, മോനെന്തിനാ മരത്തിൽ കല്ലെറിയുന്നത്? ഈന്തപ്പഴം കിട്ടാനാന്ന് അവൻ പറഞ്ഞു. പിന്നീട് അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം, കല്ലെറിയാതെങ്ങനെയാണ് ഈന്തപ്പഴം കിട്ടുക? അപ്പോൾ മുത്തുനബിക്ക് മനസ്സിലായി അവന് വിവേകമില്ലാത്തോണ്ട് ചെയ്തതാണെന്ന്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, മോനെ, മരത്തിൽ കല്ലെറിയാൻ പാടില്ല. പിന്നീട് മരത്തിൽ കേടുവരും. പിന്നീട് മരം നമുക്ക് പഴങ്ങൾ തരത്തില്ല. തിന്നാനാണെങ്കിൽ കൊഴഞ്ഞു വീഴുന്ന പഴങ്ങൾ തിന്നാം. മനസ്സിലായോ? മുത്തുനബി സ്നേഹത്തോടെ അവൻ്റെ തലയെ കൈവച്ച് അവന് വേണ്ടി ദുആ ചെയ്തു. എൻ്റെ കഥയൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? നമ്മൾ ഉമ്മയെക്കാളും സ്നേഹിക്കേണ്ടത് നമ്മളെ മുത്തുനബിയാണ്. എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് അറിയോ? മുത്തുനബിയുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലുക. നമുക്ക് 3 സലാത്ത് ചൊല്ലിയാലോ? നിങ്ങളും എന്നോട് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വർഷവും മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.